ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും ലിറ്ററലി സോ ബോയ്സ് എന്തെങ്കിലും സുഖമാണ്. സോ കഴിഞ്ഞ സെക്കൻഡ് ടൈം എക്സാംസിൻ്റെ റിവ്യൂയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ആൻഡ് എനിക്ക് കുറച്ച് എനിക്ക് പറ്റിയ കുറച്ച് പിഴവുകൾ മീൻസ് എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് അതും കൂടെ എടുത്തു പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. സോ നേരെ കയ്യിലൂടെ ആദ്യം നടന്നത് ഫുൾ ലാംഗ്വേജിൻ്റെ എക്സാംസ് ആണ്. സോ ആദ്യം അറബി എക്സാം ആയിരുന്നു. ആ അറബിക്കിന്റെ എക്സാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓവർ കോൺഫിഡൻസ് ആയി മാറിയത്. അത്രയ്ക്ക് ഈസി ആയിരുന്നു എനിക്ക് അറബി. ഞാൻ ജസ്റ്റ് പാഠങ്ങളൊക്കെ ഒന്ന് വായിച്ച് പിന്നെ എന്താ പറയുക ആവശ്യമായിട്ടുള്ള എല്ലാം ഫസ്റ്റ് ടൈമിനും സെക്കൻഡ് ടൈമിനും എല്ലാം നോക്കിയിട്ടാണ് പോയത്. പിന്നെ തലേന്ന് ദിവസം രാത്രി മൊത്തം ഇരുന്ന് ഓരോരോ വീഡിയോ ഉണ്ട്. സൈലത്തിൻ്റെ ആയാലും വീഡിയോ ബോർഡിൻ്റെ ആയാലും MS സൊല്യൂഷൻ്റെ ആയാലും എക്സാമിൻ്റെ ആയാലും എല്ലാവരുടെയും വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. അതുകൊണ്ട് അത് കിടിലമായിരുന്നു. ആൻഡ് അതിൻ്റെ ഒരു കോൺഫിഡൻസ് എങ്കിലും കോൺഫിഡൻസ് ഒരു പീക്ക് എന്ന് പറയാം. ഇംഗ്ലീഷും അത് എനിക്ക് തന്നെ ചെയ്യും. ഇംഗ്ലീഷ് ഞാൻ രാവിലെ ഇരുന്ന് ചാപ്റ്റർ എല്ലാം വായിച്ച് അപ്രിസിയേഷൻ എല്ലാം വായിച്ച് ചാപ്റ്റർ എന്തൊന്ന് മനസ്സിലാക്കി പിന്നെ ഇവിടെ ഡിസ്കോഴ്സും വേറെ കുറേ കാര്യങ്ങളാണ്. അതെനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഇംഗ്ലീഷ് എക്സാമും കഴിഞ്ഞപ്പോഴത്തേക്ക് വൺ കോൺഫിഡൻസ് ആയിരുന്നു, മനസ്സിലായി. അതാണ് അവിടെ തൊട്ടാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. ആദ്യത്തെ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കോൺഫിഡൻസ് ലെവലിൽ ഓവർ കോൺഫിഡൻസ് ആക്കരുത്, മനസ്സിലായോ? ഓവർ കോൺഫിഡൻസ് ആയാൽ ഫുൾ അങ്ങോട്ട് തേങ്ങായി. പിന്നെ വന്നത് കെമിസ്ട്രി എക്സാമിൻ്റെ എന്തോ ഇൻഡയറക്റ്റ് ലെവൽസ് ആയിരുന്നു. പിന്നെ കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലായിരുന്നു. പക്ഷെ എന്നാലും അതിൻ്റെ കോൺസെപ്റ്റ് അതെങ്കിൽ നമുക്ക് നല്ലോണം എഴുതാൻ പറ്റും. അതുകൊണ്ട് കെമിസ്ട്രി അത്രയ്ക്കും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ടഫായി കെമിസ്ട്രി ടഫായിരുന്നു. പക്ഷെ അത്രയ്ക്കും വലിയ കുഴപ്പമില്ലായിരുന്നു. കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെയെങ്കിലും വായിച്ചെഴുതാൻ പറ്റും. അത് കഴിഞ്ഞ് വന്ന ആളാണ് മാത്സ്. ഇവരാണ് പ്രശ്നം. ഇത് ഇപ്പം നമ്മളെന്ത് പറയാ, ഇതിനകത്ത് എന്താ കോൺസെപ്റ്റ് ഫുൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് വായിച്ചായിരുന്നു ഇപ്രാവശ്യം നടത്തിയ സെക്കൻഡ് ടേമിലെ മാത്സ് എക്സാമിന് കുറച്ചൊക്കെ എൻട്രൻസ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ആദ്യമായിട്ടാണ് പെട്ടെന്നാണ് മാറി. അതാണ് ഒരു പ്രശ്നം പറ്റിയത്. CBSE ഒന്നും വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അവരെപ്പോഴും ഇതേക്ക് എൻട്രൻസ് ലെവൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നത്. നമുക്കിതിപ്പോൾ ആദ്യമായിട്ട് പെട്ടെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടൊരു പ്രശ്നം പറ്റിയതാണ്. പിന്നെ രണ്ടിറ്റം പഠിച്ചിട്ടും എനിക്ക് എന്താ പറയുക, ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു മാത്സിൻ്റെ. എന്നാലും എന്തോ എവിടെയൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്സിനെ പറ്റി കുറച്ചൊന്നും പറയുന്നില്ല. ഏകദേശം കുറച്ചൊക്കെ നല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് രണ്ട് ടൈം പഠിച്ചു കഴിഞ്ഞാൽ നല്ലതൊന്നും എഴുതാൻ പറ്റിയ ഒരു പേപ്പർ ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഷോർട്സിനകത്ത് പറഞ്ഞായിരുന്നു എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു പ്രശ്നം. പിന്നെ ഞാൻ എന്താ പറയാ 12-11 മണിക്കൂർ എടുത്തിട്ടാണ് ഇതിന്റെ ചാപ്റ്റേഴ്സ് ഫുള്ള് എടുത്തത്. ചില പോർഷൻസ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് പഠിച്ചത്. അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായത്. അപ്പം അതിന്റെ തരാനുള്ള ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ തൊട്ട് സിലബസ് ചെയ്ത് വെക്കുക. പിന്നെ റിവൈസ് ചെയ്ത് എക്സാം എടുത്തിട്ട് അല്ലെങ്കിൽ സെറ്റായിട്ടും ചെയ്യും. പിന്നെ വന്നത് ബയോളജി ഞാൻ എന്താ പറയുക ലാസ്റ്റ് ദിവസമായിട്ട് വലുതായിട്ടൊന്നും നോക്കിയില്ല. രണ്ടിറ്റം ചെറുതായിട്ടേ പഠിച്ചോളും. രണ്ടാമത്തെ വലുതായിട്ട് നോക്കിക്കൊള്ളില്ല. എന്ന് വെച്ചാൽ എൻ്റെ കറക്റ്റ് നോട്ട്സ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഗൂഗിൾ എന്താ പറയുക HS ലൈവ് കയറി എടുത്ത് പിന്നെ എക്സാമിനർ സൈലും NTF പോട്ട് അവരുടെയൊക്കെ എടുത്ത് പിന്നെ ഞാൻ എല്ലാ ട്യൂഷനും ആ നോട്ട്സും വെച്ച് പഠിച്ച് എല്ലാം വെച്ച് പഠിച്ചിട്ട് എന്താ പറയുക ചില നല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 17ാമത്തെ സുവോളജിയുടെ 17ാമത്തെ ക്വസ്റ്റ്യൻ 1 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ തലേന്ന് ദിവസം കണ്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു സീലോമെന്റില്ല. പിന്നെ ഈ ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ഇതൊക്കെ ഏകദേശം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊക്കെ നമുക്ക് ഈ ചില ചാനലിന്റെ വീഡിയോസിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നു വരുന്നത്. എനിക്ക് പറയാനുള്ളത് തന്നെ നമ്മൾ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി പോകും. എന്നാലേ ഏത് ക്വസ്റ്റ്യൻ വരുമെന്നും വരത്തില്ല എന്ന് ഒരു ചാനലിലും പറയാൻ പറ്റില്ല. സൈലത്തിനായാലും NTF ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നില്ല. 100% ഷുവർ ക്വസ്റ്റ്യൻ പറയാനും പറ്റത്തില്ല. സോ എല്ലാ ടേമും കറക്റ്റായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിപ്പോയി കഴിഞ്ഞാൽ ഷുവറായിട്ട് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കാത്തതിൻ്റെ പ്രശ്നം അത് തന്നെ എനിക്ക് പറയാനുള്ളത്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ലിറ്ററലി ക്രൈഡ്. സത്യം പറയാൻ മൈൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മനസ്സിലായി. ഇങ്ങനെ ഇരുന്ന് വായിച്ച് സംഭവം എന്നാൽ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ പറയുകയാണെങ്കിൽ എഴുതി എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് മാത്സിനകത്ത് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യും. ബയോളജിക്കകത്ത് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ഇട്ട് പോയിട്ട് പക്ഷേ കുഴപ്പമില്ല. ഏകദേശം അത് ഞാൻ എല്ലാവരും ബോട്ടണി സോളജി ആയിരുന്നു കുറച്ചുകൂടി നല്ല സിമ്പിൾ എക്സാം. എല്ലാത്തിനും സിമ്പിൾ എക്സാം ബോട്ടണി സോളജി ആയിരുന്നു. പിന്നെ ഇംഗ്ലീഷ് ആയിരുന്നു. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ് കുറച്ച് പോയി. ഫിസിക്സ് കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനി ഡയറക്റ്റ് ഉണ്ടായിരുന്നു. മാത്സിനകത്താണ് കൂടുതൽ ഇൻഡയറക്റ്റ് വന്നത്. കെമിസ്ട്രിക്കകത്ത് നമ്മൾ വിചാരിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത്. അതാണ് പ്രശ്നം പറ്റിയത്. ഇന്നത്തെ കാര്യം നിങ്ങൾ നേരത്തെ തൊട്ടേ എല്ലാ പോർഷനും തീർത്തു വെക്കുക. എക്സാമിന്റെ തലേന്നൊക്കെ റിവൈസ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒറ്റയടിക്കിരുന്ന് ഫുൾ പോർഷൻ തീർക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ 11-12 മണിക്കൂർ അതേന്നും പറഞ്ഞിരിക്കണം. ഞാൻ പിന്നെ ഫിസിക്സിന്റെ എക്സാമിന് അങ്ങനെ ഇരുന്നെങ്കിലും വലിയ ഉപയോഗമൊന്നുമില്ല. എന്ന് വെച്ചാൽ അന്നൊരു ദിവസം തന്നെ പഠിച്ച് പിന്നെ രാവിലെ റിവൈസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ പെട്ടെന്ന് എഴുതാൻ അത്രയ്ക്കും വലിയ ഇതൊന്നും അല്ലല്ലോ നമ്മൾ. പിന്നെ വലിയതായിട്ട് നേരത്തെ തൊട്ടേ പഠിച്ചു വെച്ച് പിന്നെ റിവൈസ് ചെയ്യാൻ കാര്യം
മനസ്സിലാക്കണം. ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എക്സാമിന്റെ റിവ്യൂ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. സോ ഇനി ഇതാണെങ്കിൽ നല്ലൊരു വ്ലോഗ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ അതുവരെ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം.